ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബൈക്കിൽ ഒരു ഗെയിം വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ഫോറസ്റ്റ് ജംഗിളിൽ ഇപ്പോൾ നമ്മളെ വണ്ടി ഇടിച്ചിട്ട് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റാനുള്ള എസ്കേപ്പ് ആവാനുള്ള വഴികളാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കത്ര എഡിറ്റ് അറിയില്ലാത്തതുകൊണ്ടോ ബാക്ക്ഗ്രൗണ്ടൊന്നും കളിയാത്ത തീർച്ചയായിട്ടും വിഷമിക്കേണ്ട, നമുക്ക് പിന്നെ കളിയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുക. പുറത്ത് നല്ല കാഴ്ചയൊക്കെ ഉണ്ട്. കുടിക്കാം ഇല്ല ഇല്ല ഇല്ല. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ 6 പാക്കൊക്കെ വരുത്താറായിട്ടാ. ഫോൺ ആരാണ്ട് വിളിക്കല്ലോ. ഹലോ എടാ, നമ്മുടെ ജംഗിളിലൊരു സാധനമുണ്ട്, വേഗം വാ, നീ ഓടി വന്നാലത് കിട്ടുള്ളൂ. ഓക്കെടാ, അപ്പം നമുക്ക് ആ ജംഗിളിൽ പോവാം. തല്ലടിച്ച് വീഴണ്ട, നമുക്ക് പോയി ഗായ്സ്, നിങ്ങൾ തന്നെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്തെങ്കിൽ അതൊരു ഉപകാരമായിരുന്നു. നമ്മുടെ ഒരു ഡിഫൻഡറൊക്കെ മൊട്ടിറക്കില്ല, എൻ്റെ കൂട്ടുകാരൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് പോവാം. ഒരു വഴി കഴിക്കാം. Professional drivers Let's go. എടാ, അതെന്തൊരു സൗണ്ട്? എന്താ സൗണ്ട് എന്ന് എനിക്കറിയാൻ പാടില്ല. പോവാ. നമ്മളങ്ങനെ പെട്രോൾ പമ്പിൻ്റെ അവിടെ എത്താറായി. തലയടിച്ച് നല്ല പേരുണ്ട്. ചോരയൊക്കെ സ്നൈപ്പറൊക്കെ എടുക്കണ്ട, നമുക്ക് അങ്ങനെ പിസ്റ്റൾ എടുത്താൽ പൊട്ടിക്കണം. അങ്ങോട്ട് പിടിച്ച് പൊട്ടാത്തനാണോ? ഇനി ഇന്ത്യക്കാരുണ്ടാക്കിയാണെന്ന് പറയാൻ പറ്റില്ല. പെട്രോൾ പോലും ഉണ്ടാവില്ലാത്ത സാധനമായിരിക്കും. എന്നാലും നമുക്ക് ജുറാസിക് പാർക്കിൽ പോകണ്ട. ജുറാസിക് പാർക്ക് തപ്പി പിടിച്ച് നമ്മൾ ഇവിടെ എത്തി. എനിക്കറിയില്ല, വഴി എവിടെയാണെന്ന് അറിയില്ല എനിക്ക്. ഈ ഒരു ടേൺ എടുത്തോളാം. അങ്ങനെ ഈ ടേണെടുത്ത് പറപ്പിച്ചാലോ? വേണോ? അയ്യോ, അടിച്ചില്ല. പറപ്പിക്കാം. നമ്മളെന്നെ പാട്ടോടി നമ്മളെന്നെ ഗൈസ്. കുറെ കാടൊക്കെ ഉണ്ട്, അതാന്ന് തോന്നുന്നു ജുറാസിക് പാർക്ക്. യെസ് ഗൈസ്, നമ്മൾ ഫോറസ്റ്റിലെത്തി. കണ്ട നമ്മളിങ്ങനെ ഇട്ടിക്കടിച്ചാൽ നമ്മൾ കയറോടൊന്ന് പേടിക്കണ്ട. ഫസ്റ്റ്ഫ്രള്ളാണ് പറയുന്നത്. എന്തിനാട്ടെ അങ്ങനെ വാലോർക്കണം. ഇതൊക്കെ ഏത് സെറ്റപ്പ് വേണം.
നമുക്ക് ഇവിടെ നിന്ന് പറപ്പിച്ചിട്ടോ വേറെ ഒന്നും ഉണ്ടാവില്ല. പറപ്പിച്ചു വിടാം. ബ്രേക്കില്ല മറിഞ്ഞ് മണിമാളി കയറിട്ടെ വലിക്കട്ടെ. A few moments later. കയറിട്ടി വലിച്ചു. അങ്ങനെ ശരിയായി. എന്ത് ചെയ്യാനാ ഗൈസ്, എനിക്ക് മാത്രമേ ഇങ്ങനത്തെ ബുദ്ധിയുള്ളൂ ഗൈസ്. നമ്മളുടെ കൂട്ടുകാരനായ ഡോറിമോൻ ആ ഡോറിമോൻ നമ്മുടെ വീട്ടിലേക്ക് ഇനി വരാൻ പോവുകയാണ്. വീട്ടിലേക്ക് വരാൻ പോണതിന് മുമ്പ് അവനെ സ്കൂളിൽ നിന്ന് എടുക്കണം. പക്ഷെ ഇന്നല്ല എടുക്കണേ. അവനെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ പറ്റില്ല. വീട്ടിലെ അംഗമായിരിക്കും. ഉറപ്പിച്ച് ഞങ്ങൾ വിടാം. ഇയാടെ ഇവിടെയും മൃഗങ്ങളെയും കാണാനില്ലല്ല. പിന്നെ എന്തിനാണ് ഇവിടെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു പേരിട്ടേ? നമുക്ക് അങ്ങനത്തൊക്കെ പോയി നോക്കാം. പറപ്പിച്ച് പോകാം. വണ്ടി നിങ്ങള അയ്യോ പണി ഗൈസ്. 8ന്റെ പണി അങ്ങോട്ട് കിട്ടി ഗൈസ്. ഇന്നുകൂടി വണ്ടി എടുത്ത് നോക്കിയാലോ. വണ്ടി സ്റ്റാർട്ടാവണം. ഇനി ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്താൽ നമുക്ക് ഇത് വെച്ച് അറിയാം. എന്ത് സ്റ്റിക്കി ബോംബ് വെച്ച് പൊട്ടിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവരെ അങ്ങോട്ട് തീർത്തിട്ട് അവരുടെ വണ്ടി അങ്ങോട്ട് എടുക്കാം. അതൊരു നല്ല ഐഡിയ അല്ലേ. 2000 years later. ഗായ്സ്, അപ്പം നമ്മളങ്ങനെ എറിഞ്ഞ് കുറേ നേരമായി. ഇഷ്ടമാണ് സ്റ്റിക്കി ബോംബിടാൻ പോകുന്നത് ഗൈസ്. കുത്തനെ കയറ്റാം. 2 എണ്ണം തീപ്പൊരി എന്ന് പറഞ്ഞ് കയറ്റി വെച്ചാൽ അവിടെ പുറകിൽ വേറെ എറിഞ്ഞ് കയറ്റി വയ്ക്കാം. എന്നിട്ട് പറഞ്ഞ അവിടെയും കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ കൺട്രോൾ മൊത്തം മൊബൈലാണ്. ആരെയും മൊബൈൽ അടിച്ചു ചുറ്റിക്കൊണ്ടുപോയാൽ തീർമാനമായി. നമുക്ക് മരത്തിന് പുറകെ പൊളിച്ചിരിക്കാം. മരം നല്ല ശക്തി ഉണ്ടായതുകൊണ്ട് ആക്ടിവേറ്റ്. പൊട്ടിത്തെറിച്ച് പാർക്കിൽ വന്നിട്ട് മറ്റേ ഫോറസ്റ്റിൽ വന്ന് മൃഗങ്ങളെ തട്ടാൻ പറഞ്ഞു. എൻ്റെ സ്ക്രീൻ കാണാനല്ല. വാട്ട് ഹാപ്പൻഡ്? നീ പേടിക്കണ്ട, നീ ഗെയിമിൽ തന്നെയുണ്ട്. ഡേയ് താനാരുടെ എനിക്കൊന്ന് കാണാൻ പറ്റുള്ളോ? നിനക്കൊന്ന് കാണരുത്. അതന്നെയാടാ ഞാൻ നിന്നെ ഈ ബ്ലാക്ക് സ്ക്രീനിൽ കയറ്റിയിട്ടേക്കണേ പൊട്ടാ. അതെന്തിനാ? എടാ നിന്നെ വിളിച്ചു വരുത്തിയ നിന്റെ കൂട്ടുകാരനാടാ ഞാൻ. എന്തിനാടാ കൊന്നിട്ട്? നിന്നെ ഞാൻ തല കൊല്ലിടാ. എന്തിനാന്ന് പറ. എടോ ഇവനെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരുന്നു.